ഫോണുള്ളേ ഇതിപ്പോ വെച്ചാ പിന്നെ അതിന്റെ ഗ്യാപ്പ് എവിടെ പോയി? ഗ്യാപ്പല്ല ക്യാപ്പ്. നമുക്ക് അസൂട്ടിന് ഇത്ര വലുതായി സ്കൂള് തുറന്നിട്ട് ആദ്യത്തെ വ്ളോഗ് എടുക്കുന്നത്. അപ്പം വലിയതായി ഇവന്. എത്ര ചെറുതാകുമ്പോ വീട് തുടങ്ങിയതാ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഗൈസ്? മുടി വാരാത്ത ഒരു ഇങ്ങനെ ആകെ പോലെ ചിക്കി പറഞ്ഞ സ്റ്റൈലാണോ? ഇതാണ് ഞാൻ വാരി കൊടുക്കും, അവനത് ഇങ്ങനെ ആക്കാം. ഇനിയിപ്പോ വേൾഡ് കപ്പ് കഴിയണ വരെ രാവും പകലും ഈ ഒരു കണ്ടിരിക്കണം. സ്കൂളിലേക്ക് പോകുന്ന വ്ളോഗ് ഇട്ടിട്ടില്ല. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം വേറെ യൂണിഫോം അല്ലായിരുന്നു, ഇപ്രാവശ്യം തേർഡിലാണ് കേട്ടോ. 2 തരം യൂണിഫോം ഉണ്ട്. ഒന്നുകൊണ്ട് പിന്നെ അവന്റെ ബാഗിന്റെ സെയിം കളറുള്ള 2 യൂണിഫോം. ഇവിടെ അപ്പൊ എന്റെ ഡേ കൂടെ കളിയാണ്. ഓക്കെ എടുത്തില്ലല്ലോ. കളി പാക്കാക്കി വിട്ടു. ക്ഷമിക്കാമ്മ പറയുന്നത് അതല്ല, ഇത് കുറച്ച് മുന്നുള്ളതാണ്. ഇതില്ല. അങ്ങനെ 2 പേരെ നമ്മൾ സ്കൂളിലേക്ക് പാക്കാക്കി വിട്ടിട്ടുണ്ട്. ഇനി രാവിലത്തെ കുറച്ച് ക്ലീനിങ്, പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാണ്ടാവും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ചുരിദാർ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. നല്ല സുഖമുണ്ട്, നല്ലൊരു റയോണ്ട്. അപ്പോൾ എന്ത് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ചുരിദാറൊക്കെ ഡാമേജ് ആവുമെന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, റയോൺ കോട്ടൺ ചുരിദാറുകളാണ് ഇതൊക്കെ. അപ്പോൾ ആ തുണി എത്രമാത്രം ഈട് നിൽക്കും അത്രയും ഈട് നിൽക്കാറുണ്ട് കേട്ടോ. അതായത് ഇതിപ്പോൾ ഞാൻ കുറേ ആയി വാങ്ങിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ അങ്ങനെ ഒരു കേടൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ക്ലീനിങ്ങിലേക്ക് പോകും. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കുമ്പോൾ തന്നെ ഏകദേശം ഒന്ന് വിയർത്ത് കുടിച്ചിട്ടുണ്ടാവും. ഇത് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഇത് എവേർട്ടീൻ്റെ സാനിറ്ററി പാഡും പാൻറ്റി ലൈനറൊക്കെയാണ്. ഒരു പീരീഡ്സ് കഴിയുമ്പോൾ അടുത്ത പീരീഡ്സ് ആയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വെക്കും. എന്നാൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലല്ലോ. എവേർട്ടീൻ വന്നതിന് ശേഷം പിന്നെ സാനിറ്ററി പാഡ് ആണെങ്കിലും പാൻറ്റി ലൈനേഴ്സ് ആണെങ്കിലും ഒന്നും വേറെ ഒരു ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഫുൾ എവേർട്ടീൻ ആയിരുന്നു കേട്ടോ. ഇതെന്താണെന്നറിയാം, ഇത് എവേർട്ടീൻ്റെ പാൻറ്റി ലൈനേഴ്സാണ്. ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്, ഒന്നിട്ട് കാണിച്ചു തരാം. ഇത് എവേർട്ടീൻ്റെ അൾട്രാ തിൻ ഡെയിലി പാൻറ്റി ലൈനേഴ്സ് ആണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീരീഡ്സ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സ്പോട്ടിങ് ഉണ്ടാവുമോ എന്ന് ഡൗട്ട് ഉള്ള ദിവസങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പോട്ടിങ് ഉള്ള ദിവസങ്ങളിൽ പീരീഡ്സിന്റെ മുന്നേ, പീരീഡ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള കുറച്ച് സ്പോട്ടിങ് ഡേ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റി ലൈനേഴ്സ് ആണ് കേട്ടോ. ചിലർ ആ ദിവസങ്ങളിലും സാനിറ്ററി പാഡാണ് യൂസ് ചെയ്യുക, പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഇതാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്, തിന്നായിട്ടുള്ള കേട്ടോ. ഇതുപോലെ പാക്കിലാണ് കേട്ടോ ഈ ഒരു പാൻറ്റി ലൈനേഴ്സ് വരുന്നത്. ഇതിൽ 30 പാൻറ്റി ലൈനേഴ്സ് ആണുള്ളത്. ഇത് ഭയങ്കര കോട്ടണി സോഫ്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓരോന്നും ഇതുപോലെ ഇൻഡിവിജ്വലി റാപ്പഡ് ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ വാനിറ്റിയിലേക്ക് കൊണ്ടുപോകാനും ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഒരെണ്ണടുത്ത് ബാഗിൽ വെച്ചാൽ മതി എപ്പോഴും കേട്ടോ. കാരണം ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പാൻറ്റി ലൈനർ വരുന്നത്. ഇത് ഇത്ര തിന്നായിട്ടുള്ള പാൻറ്റി ലൈനേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് പീരീഡ്സ് ഒന്നും അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. ലൈറ്റ് ഫ്ലോ ആൻഡ് മെൻസ്ട്രൽ സ്പോട്ടിംഗ് ഉള്ള സമയത്ത്, അതുപോലെ എവറിഡേ ഡിസ്ചാർജ് ആൻഡ് എന്തെങ്കിലും ബ്ലാഡർ ലീക്ക് ഉള്ള ആളുകൾക്ക്, സ്വെറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട്, നമുക്ക് ഓൾ ഡേ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പാൻറ്റി ക്ലീൻനെസ്സിന് വേണ്ടിയിട്ട്.
നമ്മുടെ ഹൈജീൻ്റെ ഭാഗമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പാൻറ്റി ലൈനേഴ്സ്. ഇത് ഇപ്പോഴും എത്ര പേര് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ശരിക്കും ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഗുണം മനസ്സിലാവുക കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെ കവറിങ് വരുന്നതുകൊണ്ട് നമുക്കിത് ഡിസ്പോസ് ചെയ്യാനും ഇതിൽ തന്നെ വെച്ച് ഡിസ്പോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഹൈലി അബ്സോർബൻ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് നോ മോയിസ്റ്റ് ഫീലിംഗ്, ഒട്ടും ആ ഒരു ഈർപ്പം ഇല്ലാതെ ഡ്രൈ ആയിട്ട് വെക്കാനും അടിപൊളിയാണ് പാൻറ്റി ലൈനേഴ്സ്. ആൻഡ് എവേർട്ടിന്റെ സാനിറ്ററി പാഡ് പോലെ തന്നെ ഇൻഫ്യൂസ്ഡ് വിത്ത് നീം ആൻഡ് അലോവേരയാണ്. അതുപോലെ സേഫ് ആൻഡ് ടോക്സിൻ ഫ്രീ കൂടിയാണ് കേട്ടോ. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വെച്ചിട്ട് ഒരു പ്രശ്നം വരില്ല. അതായത് നോ ബ്ലീച്ചിങ്, നോ ഇങ്ക്സ്, അതുപോലെ നോ ക്ലോറിൻ, ടോക്സിൻ ഫ്രീ ആണ് കംപ്ലീറ്റ്. അപ്പൊ ഈ ഒരു ബോക്സിൽ 30 പാക്കാണ് വരുന്നത്. ഇതിനൊക്കെ ചെറിയ പൈസയുള്ളൂ കേട്ടോ. നമ്മൾ ഇതൊന്നും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈജീന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ആണ് നമുക്ക് ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുക. ഓക്കെ, അപ്പൊ എന്തായാലും പാൻറ്റി ലൈനേഴ്സ് ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ. ഞാനിത് ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ക്ലീനിങ് കൂടി കണ്ടിന്യൂ ചെയ്യാം അല്ലേ. വോയിസിനൊരു ക്ലിയർ ഇല്ലല്ലോ. ഒന്നാമതെന്ന് വെച്ചാൽ മൈക്ക് ചെറുതായിട്ടൊന്ന് മിസ്സായതല്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുലുത്താൻ്റെ വീട്ടിൽ പോയിരുന്നില്ലേ, ആ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വരുമ്പോൾ എൻ്റെ സുലുത്താൻ്റെ മൈക്കിൻ്റെ ഈ ഫോണിൽ കണക്ട് ചെയ്യുന്ന കണക്ടർ മാറിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങളത് ബസ് വഴി കൈമാറാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ബസ്സിൽ കൊടുത്തു വിടാമല്ലോ പാഴ്സൽ. നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് അല്ലേ. നമുക്ക് പോകാനൊരു ടൈമും ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ ബസ്സിൽ ഞാനിത് അങ്ങോട്ട് കൊടുത്തു വിടുന്നു, അവൾ ഓട്ടോ വിട്ടത് വാങ്ങിക്കും, അതുപോലെ അവൾ ഇങ്ങോട്ടും കൊടുത്തു വിടും, ഞാൻ ഇവിടുന്ന് വാങ്ങിക്കും. നമുക്ക് ഈ ബസ് ചാർജ് മാത്രമേ ചിലവാകുള്ളൂ, നമ്മളുടെ എന്താ പറയുക മാൻ പവർ ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ഈസി വേ ആയിട്ട് തോന്നി. അപ്പോൾ ഇന്ന് അങ്ങനെ ബസ് വഴി ഞങ്ങളുടെ മൈക്കിൻ്റെ കണക്ടർ രണ്ടും കൈമാറണം, അതാണ് ഇന്ന് പരിപാടി. അപ്പോൾ ആദ്യം കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, എന്നിട്ട് വേണം പുറത്ത് പോകാൻ. ഇപ്പോൾ ഓരോ വീക്കെൻഡ്സിലും എന്തെങ്കിലും തരത്തിലൊരു ഗ്യാതറിങ് ഉണ്ടാവും. അങ്ങനെയായിട്ട് ഭയങ്കര തിരക്കായിട്ട് കാര്യങ്ങൾ കുറേ പെൻഡിങ്ങിലാവും. കാരണം കുറച്ച് ദിവസം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ഒരു റെസ്റ്റ് പോലെ അതിങ്ങനെ എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പം ഈ ആഴ്ച എന്തായാലും ഒരു ഗ്യാതറിങ് ഉണ്ടാവില്ല, കുറേ പെൻഡിങ് വർക്കുകൾ തീർക്കാനും ഉണ്ട്. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമായിട്ട് വീഡിയോ റീൽസായിട്ട് ഷോർട്സ് ആയിട്ടൊക്കെ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ അങ്ങനെ ആയിട്ടുണ്ടാവും. വ്ളോഗ് ഞാനിപ്പോൾ മാസത്തിലിപ്പോൾ 4-5 വ്ളോഗൊക്കെ ഇടുന്നുണ്ടാവുള്ളൂ, പക്ഷേ റീൽ ആൻഡ് ഷോർട്സ് ഇടാറുണ്ട്. അപ്പം അതിന് കുറേ ടൈം എടുക്കും. നിശാനത് ഇങ്ങനെ ഈ ചുരിദാർ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടില്ല അല്ലേ, ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയോണ്ട് അപ്പോൾ അതിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ ഒരു കോട്ടൻ്റെ ചുരിദാറാണ് കേട്ടോ, രസമുണ്ട്, നല്ലൊരു കളറ്. അപ്പോഴേ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടായിരുന്നേ. ഇനി അടുത്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലിനിക്കിൽ പോകണം, ഡെൻ്റൽ ക്ലിനിക്കിൽ പോകണം. അപ്പോൾ ഒന്ന് ഈവനിങ് ആണ് പോകാമെന്ന് വിചാരിച്ചത്. അസൂട്ടും ഉണ്ടാവുമല്ലോ, അസൂട്ടിൻ്റെ കൂടെ പോകാനാണ് എനിക്കിഷ്ടം. അപ്പം ക്ലിനിക്കിൽ പോകുമ്പോൾ ഞാൻ ആദ്യം ഈ ചുരിദാർ ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇട്ടപ്പോൾ അത് ഞാൻ വീട്ടിൽ ഇടുന്ന പോലത്തെ ഒരു ടൈപ്പ് ആയോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ജീൻസിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. ജീനിൻ്റെ കൂടെ ഇടാൻ പറ്റിയൊരു ടോപ്പാണിത്. പക്ഷെ കുറച്ച് അൾട്ടർ ചെയ്യണം കേട്ടോ. ശരിക്ക് ഇതിൻ്റെ കയ്യിൻ്റെ ലേസ് മാറ്റണം, പിന്നെ ഇറക്കം കുറച്ചും കൂടി കുറക്കണം. അപ്പോൾ എനിക്ക് ജീനിൻ്റെ കൂടെ ഇടാനും പറ്റും. ഇങ്ങനെ രസമുണ്ട് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴും കുറച്ച് കാഷ്വലായിട്ട് പോകുമ്പോഴൊക്കെ. പക്ഷെ എനിക്കെന്തോ കുറച്ച് ഒരു വേറെ ടച്ച് തോന്നി, കുറച്ചും കൂടി സിമ്പിൾ ടച്ച് തോന്നി. അപ്പോൾ ഞാൻ ജീൻസിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ മഞ്ഞ നല്ല ഇഷ്ടപ്പെടും, നല്ല രസമുള്ളൊരു മഞ്ഞ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ തന്നെ ജീനിൻ്റെ കൂടെ ഇട്ട് പോകണം. പിന്നീട് ഞാൻ ഇതിൻ്റെ കൈയൊക്കെ ഒന്ന് ശരിയാക്കി ഇതങ്ങനെ ജീൻസിലേക്കുള്ളൊരു ടോപ്പാക്കണം. അതിൻ്റെ മുന്നേ ഇത് ഷോർട്സിൽ ഷെയർ ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ കേട്ടോ, നല്ല രസമുള്ളൊരു മഞ്ഞാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി ക്ലിനിക്കിലേക്ക് പോട്ടെ. ഞങ്ങൾ ക്ലിനിക്ക് കമ്മലിടാൻ മറന്നു. എൻ്റെ ക്ലിനിക്കിലേക്ക് പോകേണ്ട ദിവസം ഒരുപാട് പേരത് ചോദിക്കണ്ടായിരുന്നു കേട്ടോ. വേഗം കൊണ്ടുപോവാ, പാർസൽ കൊടുക്കാനുള്ള കവർ എടുത്തിട്ടില്ലെന്ന് മാത്രം. എന്താ പറയുക, എൻ്റെ പല്ലിൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ക്ലിനിക്ക് ഇങ്ങനെ ഡെൻറ്റിസ്റ്റിൻ്റെ കാര്യം ഇന്ന് കാണിച്ചു തരാം. ക്ലിനിക്കിൽ പോണ ദിവസമാണ്. പല്ലിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞുതരാം കേട്ടോ. സുലുത്താക്കൊരു പാർസൽ അയക്കാനുണ്ട്. അപ്പോൾ ബസ്സിൽ കൈമാറാന്നൊക്കെ വിചാരിച്ച് അതുകൂടി കൊടുക്കാനാണ് പോകുന്നത്. പക്ഷേ പാർസൽ എടുക്കാൻ മറന്നു. ഭാഗ്യം ഓട്ടോറിക്ഷ കിട്ടിയിട്ട് നമ്മൾ പോവായിരുന്നത്. വേഗം ഓടിച്ചാടി വാ. ഓട്ടോയിലൊക്കെ കയറി ഇരുന്നപ്പോഴാണ് ഇതാ ബാഗ് കണ്ടപ്പോൾ. ബാഗ് വല്ലാണ്ട് ഡാമേജ് ആയിട്ടുണ്ട്. നല്ല രസമുള്ള ബാഗായിരുന്നു കേട്ടോ, ഒരു കേടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈയിടെയായിട്ട് എന്തോ പെട്ടെന്ന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമല്ലോ, അങ്ങനെ പരിക്ക് പറ്റിയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് വഴി നമ്മളുടെ പാർസൽ കൈമാറണം. അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് ആദ്യം പോകുന്നത്. എന്നിട്ട് അത് ബസ് അവിടെ നമ്മൾ ബസ്സിൽ തന്നെ നേരിട്ട് പറഞ്ഞാൽ മതി, അവരെന്നെ അത് ഡീലാക്കിക്കൊള്ളും. അവർക്ക് തന്നെ പേയ്മെൻറ്റ് അയച്ചു കൊടുത്താൽ അവരവിടെ എത്തിയിട്ട് കൊടുക്കേണ്ട ആളെ വിളിക്കും.
അങ്ങനെയാണ് അത് ഡീലാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആ കാര്യം കഴിഞ്ഞു. ഇനി നേരെ ക്ലിനിക്കിലേക്ക് പോവാണ്. ഇപ്പോൾ ഞാൻ പോകാറുള്ള ഡെൻ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ പട്ടാമ്പി ക്ലാസ്മേറ്റിൻ്റെ, അതുപോലെ എൻ്റെ സ്ഥിരം ഹെന്ന ഫാൻസി, അതിൻ്റെ മുകളിലുള്ള മറിയം മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ ബ്രേസസ് ഇട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് മാറാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെബുലാസിൽ നല്ല അടിപൊളി തന്നെയാണ്. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ഡോക്ടർ ഒരു മാസത്തിലൊരു ഫിക്സഡ് ഡേറ്റിലല്ലേ വരുള്ളൂ. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അങ്ങനെ കുറേ സിറ്റിംഗ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് എനിക്ക് ഇത്രയും ഡിലേ വന്നത്. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആട്ടോ, ഡോക്ടറുടെ മിസ്റ്റേക്ക് അല്ല, അതുപോലെ ക്ലിനിക്കിൻ്റെ മിസ്റ്റേക്കും അല്ല. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഇവിടെ സ്ഥിരമാണ്. അപ്പം 1 2 3 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും ഡോക്ടർ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറാനുള്ള മെയിൻ കാരണം. അപ്പം ഇനി ഒരു 3 4 മാസം കൂടി ഉള്ളൂ. അപ്പോഴത്തേനും പല്ല് പറിച്ചതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ലാവും. ഒരുപാട് കൂട്ടുകാർ എൻ്റെ പല്ലിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ എന്തുകൊണ്ടാണ് ക്ലിനിക്ക് മാറിയത്. അപ്പോൾ കമൻസിൽ എപ്പോഴും ഉണ്ടാവും ഗ്ലാമിഗെ പോലെ കുറേ കാലമല്ലോ ഇട്ടിട്ടെന്നൊക്കെ. ഗ്ലാമിഗിൻ്റെ പല്ല് ഇപ്പോൾ ഭയങ്കര അടിപൊളിയായില്ലേ? അതുപോലെ അടിപൊളി ആവട്ടെ എൻ്റെ പല്ലും. അങ്ങനെ ഞങ്ങൾ വന്നു. പിന്നെ ഇന്ന് നൈറ്റ് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്തത്. എല്ലാ സമയത്തും ഇല്ല, അങ്ങനെ മാസത്തിൽ 1 2 തവണ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യും. അങ്ങോട്ട് പോയി കഴിക്കണമെങ്കിലും വീട്ടിൽ കൊടുത്ത് കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ രാത്രി. അപ്പോൾ ഞങ്ങളെല്ലാം അടിപൊളി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലെ വിശേഷങ്ങൾ. എൻ്റെ അടുത്ത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. കുറേ ആയി അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. ഇൻഷാല്ലാ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ. അപ്പം നമ്മളെ ഷോർട്സും റീൽസൊന്നും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.